മെൽറ്റിംഗ്, ഫ്രീസിംഗ്, കണ്ടൻസേഷൻ ആൻഡ് സബ്ലിമേഷൻ. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെൽറ്റിംഗ്, ഫ്രീസിംഗ്, കണ്ടൻസേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ നമ്മുടെ യൂണിവേഴ്സൽ സോൾവൻ്റ് ആയിട്ടുള്ള വാട്ടറാണ്. ത്രിമൂർത്തികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ വെള്ളത്തിൻ്റെ 3 രൂപങ്ങളാണ് ഐസ്, വാട്ടർ ആൻഡ് വേപ്പർ. മെൽറ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോളിഡ് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് സോളിഡ് അല്ലെങ്കിൽ ഖരാവസ്ഥയിലുള്ള ഐസ് മെൽറ്റായി ദ്രാവകാവസ്ഥ, അതായത് ലിക്വിഡ് ഫോമിലുള്ള വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഫ്രീസിങ്. ഫ്രീസിങ്ങിൽ ലിക്വിഡ് സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ തിരികെ ഐസായിട്ട് മാറും. അതാണ് ഫ്രീസിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോസസ്സാണ് സബ്ലിമേഷൻ. ഈ പ്രോസസ്സിൽ സോളിഡ് ഫോമിലുള്ളൊരു സബ്സ്റ്റൻസ് ഡയറക്റ്റായിട്ട് ഗേഷ്യസ് ഫോമിലേക്ക്, അതായത് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അടുത്തതാണ് കണ്ടൻസേഷൻ. കണ്ടൻസേഷനകത്ത് ഗേഷ്യസ് ആയിട്ടുള്ള മോളിക്യൂൾസ് ലിക്വിഡായിട്ട് കണ്ടൻസ് ചെയ്യും. വാട്ടർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ വേപ്പർ ഫേസിൽ നിന്നും അത് തിരികെ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ എല്ലാ പ്രോസസ്സുകളിലും അല്ലെങ്കിൽ എല്ലാ കൺവേർഷനുകളിലും വാട്ടർ മോളിക്യൂളിൻ്റെ കെമിക്കൽ ഫോർമുല H2O തന്നെ ആയിരിക്കും. അതായത് ഫ്രീസിങ്, മെൽറ്റിംഗ്, കണ്ടൻസേഷൻ, സബ്ലിമേഷൻ എന്നീ പ്രോസസ്സുകളെല്ലാം ഫിസിക്കൽ പ്രോസസ്സുകളാണ്. അവിടെ കെമിക്കൽ ചേഞ്ചുകളൊന്നും നടക്കുന്നില്ല.